തൃശൂർ ചേലക്കരയിൽ പന്നിപ്പടക്കം കടിച്ച് നായ ചത്തു. തിരക്കുള്ള റോഡിനരികിലായിരുന്നു പന്നിപ്പടക്കം. സ്ഫോടക വസ്തു നിയമപ്രകാരം ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സൂരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്നലെ രാത്രിയാണ് ഈ ചേലക്കര പുലാക്കോട് കുട്ടാടൻ റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം ഈ പന്നിപ്പടക്കം കടിച്ച് നായ ചത്തത്. രാത്രിയോടുകൂടിയാണ് വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ചെല്ലുന്ന സമയത്താണ് ഈ നായ പന്നിപ്പടക്കം കടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഇത് സ്ഫോടക വസ്തുവാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഇതോടുകൂടി ചേലക്കര പോലീസ് സംഭവത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം, അതായത് ഈ ജനവാസ മേഖലയാണ്, പ്രത്യേകിച്ച് ഇതൊരു പ്രധാന പാതയാണ്. ഈ പാതയുടെ അരികിൽ എങ്ങനെ ഈ സ്ഫോടക വസ്തു വന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചേലക്കര പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾ നടക്കുന്ന, പ്രത്യേകിച്ച് സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് ചേലക്കര പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഈ നായ ചത്തതിന് ശേഷം അവിടെ പോലീസിന്റെ പ്രത്യേക കാവൽ ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്താനുള്ള ശ്രമങ്ങൾ അത് പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെ എത്തിച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് എന്നെല്ലാം സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ, ഔദ്യോഗികമായ സ്ഥിരീകരണം വരും. എന്തായാലും പന്നിപ്പടക്കം കടിച്ചാണ് ഇത്തരത്തിൽ നായ ചത്തത് എന്നൊരു നിഗമനമാണുള്ളത്. എന്തായാലും ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് റേഷൻ കടയാണ്, അതിനോട് ചേർന്ന ഭാഗത്താണ് ഇത്തരത്തിൽ ഈ പന്നിപ്പടക്കം കടിച്ച് നായ ചത്തിട്ടുള്ളത്. വേണു, ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.